നമുക്ക് ഒരു ഖേദപ്രകടനത്തിൽ തുടങ്ങാം. കാരണം കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ രാജകുടുംബമാണ് തിരുവിതാംകൂർ രാജകുടുംബം. കേരളത്തിൻ്റെ ഇന്നത്തെ അവസ്ഥയ്ക്ക്, ആധുനിക കേരളത്തിൻ്റെ സൃഷ്ടിക്ക് ഇത്രമേൽ വലിയ സംഭാവനകൾ നൽകിയ ഒരു രാജകുടുംബം വേറെയില്ല. നമുക്കറിയാം ഒരുപാട് സംഭാവനകൾ. ഇപ്പോൾ നമ്മൾ കേരളത്തിൽ പറയാറുണ്ട്, ആളുകൾ അങ്ങനെ അഭിമാനത്തോടെ പറയും കേരളം നമ്പർ 1 ആണെന്ന്. ഇപ്പോൾ ആരോഗ്യകാര്യത്തിൽ കേരളം നമ്പർ 1 ആണ്. കേരളത്തിൽ ആദ്യമായി വാക്സിനേഷൻ നടപ്പാക്കിയത് ഇന്ത്യയിൽ തന്നെ ഒരുപക്ഷെ തിരുവിതാംകൂർ രാജകുടുംബമായിരിക്കും. ഗോപസൂരി പ്രയോഗം നടപ്പാക്കി. അങ്ങനെ വിദ്യാഭ്യാസ രംഗത്ത്, ആരോഗ്യരംഗത്തൊക്കെ രാജകുടുംബം എടുത്ത നിലപാടുകളുടെ കടുത്ത കർശനമായ ദീർഘദൃഷ്ടിയോടെയുള്ള തീരുമാനങ്ങളുടെ ഭാഗമായിട്ടാണ് നമ്മൾ ഇന്ന് കാണുന്ന കേരളം ഉരുവം കൊണ്ടത്. പിന്നീട് ജനാധിപത്യ സർക്കാരുകൾ അതിനെ പോഷിപ്പിച്ചിട്ടുണ്ടാവാം, ചിലതൊക്കെ തളർത്തിക്കളഞ്ഞിട്ടുമുണ്ട്. കേരളത്തിലെ ഏറ്റവും വലിയ ഈടുവയ്പ്പുകളൊക്കെ രാജാക്കന്മാർ ഉണ്ടാക്കി തന്നതാണ്. ഈ കൊച്ചിയിലെ കാര്യം എടുത്താൽ, കൊച്ചിയിലെ റെയിൽവേ ലൈൻ ഉണ്ടാക്കാൻ വേണ്ടി മഹാരാജാവ് കിരീടം വിറ്റു, അല്ലേ? കിരീടം വിറ്റു. പിന്നെ പൂർണ്ണത്രേശ്യൻ്റെ മറ്റേ നെറ്റിപ്പട്ടം വിറ്റു. കിരീടമല്ല, നെറ്റിപ്പട്ടം വിറ്റു. ഞാൻ പറഞ്ഞത് 14 നെറ്റിപ്പട്ടങ്ങൾ വിറ്റിട്ടാണ് കൊച്ചിയിൽ ഇന്ന് കാണുന്ന തീവണ്ടിപ്പാത ഉണ്ടായത്. ഇങ്ങനെ ഒരുപക്ഷെ പ്രവർത്തിച്ച രാജാക്കന്മാർ നമ്മുടെ മൊത്തത്തിലുള്ള ചരിത്രം എടുത്താൽ പോലും വളരെ കുറവാണ്. അതിലേറ്റവും മഹത്തായ പാരമ്പര്യമുള്ള ഉന്നത പാരമ്പര്യങ്ങൾ പുലർത്തുന്ന തിരുവിതാംകൂർ രാജകുടുംബത്തെക്കുറിച്ച് കേരളത്തിലെ ദേശാഭിമാനികളായ മുഴുവൻ പേർക്കും ബഹുമാനമാണ്. നമുക്ക് അതിലൊട്ടും കുറവല്ല. നമ്മളവരെ അംഗീകരിക്കുന്നു. ആ രാജകുടുംബം, ഇവിടുത്തെ രാജാക്കന്മാരൊക്കെ നൽകിയ സംഭാവനകൾ, ക്ഷേത്രപ്രവേശന വിളംബരം പോലെയുള്ള മഹത്തായ സാമൂഹിക വിപ്ലവം, ഇതൊക്കെ രാജാക്കന്മാരുടെ സംഭാവനയാണ്. ജനാധിപത്യമൊക്കെ വരുന്നതിന് മുമ്പാണല്ലോ. മാത്രമല്ല, രാജഭരണകാലത്തും തന്നെ ശ്രീമൂലം പ്രജാസഭ എന്നൊക്കെ പറയുന്ന ജനാധിപത്യ സങ്കല്പങ്ങൾ തിരുവിതാംകൂറിലെ രാജാക്കന്മാർ കൊണ്ടുവന്നിരുന്നു. അതിൽ ജാതീയമായി പിന്നാക്കമുണ്ടായിരുന്ന, എനിക്ക് തോന്നുന്നു CB കുഞ്ഞിരാമനും ഒക്കെ പ്രജാസഭയിലുണ്ടായിരുന്നു എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. കേരളകൗമുദിയുടെ സ്ഥാപകനായിരുന്ന. അങ്ങനെ ഒരു വലിയ പാരമ്പര്യം, ജാതിയൊന്നും ഉണ്ടായിരുന്നില്ല. ജാതീയമായ ചില പ്രശ്നങ്ങളൊക്കെ കേരളത്തിലുള്ളപ്പോൾ പോലും ഇങ്ങനെ ഒരു വലിയ സമഭാവനയുടെ വലിയ സംഭാവനകൾ നൽകിയ പാരമ്പര്യമാണ് തിരുവനന്തപുരം കൊട്ടാരത്തിനുള്ളത്. ആ കൊട്ടാരത്തെ സ്നേഹിക്കുന്ന ആളുകൾക്കും മുറിവുണ്ടാക്കുന്ന ചില കാര്യങ്ങൾ നമ്മുടെ പ്ലാറ്റ്ഫോമിലെ ചില വീഡിയോകൾ വന്നുപോയി എന്ന് ഒരുപാട് പ്രേക്ഷകർ, ഒന്നൊന്നുമല്ല, നമ്മളെ വിളിച്ചു പറഞ്ഞു. പക്ഷേ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ, അവർക്ക് മുറിവേൽക്കുന്ന കുറച്ച് കാര്യങ്ങൾ ചില വീഡിയോകളിൽ വന്നിട്ടുണ്ട്, തർക്കമില്ലാത്തതാണ്. എന്നാൽ ആ രാജകുടുംബത്തിൽ നിന്ന് ഒരാൾ പോലും നമുക്കെതിരെ എന്തെങ്കിലും നിയമ നടപടി, അങ്ങനെയാണല്ലോ പറയുന്നത്, ഞങ്ങൾ മാനനഷ്ട കേസ് കൊടുക്കും എന്നൊക്കെയാണ് പറയുക. അങ്ങനെയൊന്നും അവർ ആരും പ്രതികരിച്ചില്ല. അവർക്ക് വിഷമമുണ്ടെന്നുള്ളത് ആളുകൾ പറഞ്ഞ് നമ്മളറിഞ്ഞു. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്ന അത്തരം വീഡിയോകളൊക്കെ നമ്മൾ ഒഴിവാക്കി. എന്ന് മാത്രമല്ല, തിരുവിതാംകൂർ രാജകുടുംബം കേരളത്തിന് നൽകിയ സംഭാവനകളെക്കുറിച്ച് നമ്മളൊരു പരമ്പര ആരംഭിക്കുകയാണ്. ഏതായാലും നമ്മൾ കേരളത്തിലെ രാജാക്കന്മാരെക്കുറിച്ച് പറയുമ്പോൾ തിരുവിതാംകൂർ രാജകുടുംബത്തിൻ്റെ സംഭാവനകൾ കാണാതെ പോകാൻ പറ്റില്ല. എങ്ങനെയാണ് രാമേന്ദ്ര സാർ, കേരളത്തിലെ ഏറ്റവും മുതിർന്ന ഒരു മാധ്യമ പ്രവർത്തകൻ, ഈ തിരുവിതാംകൂർ രാജാക്കന്മാർ കേരളത്തിന് അല്ലെങ്കിൽ തിരുവിതാംകൂറിന് നൽകിയ സംഭാവനകളെ കാണുന്നത്? സത്യത്തിൽ നമ്മൾ ഇവിടെ ജീവിക്കുന്നത് കൊണ്ട് ഈ തിരുവിതാംകൂർ എന്ന് പറയുന്ന നാട്ടുരാജ്യം ഇന്ത്യയിൽ അത് ഏത് സ്ഥാനത്താണ് അതിന് പ്ലേസ് ചെയ്തിരുന്നത് എന്നതിനെപ്പറ്റി നമുക്ക് വലിയ ധാരണ പല ആളുകൾക്കും ഇല്ല. ഞാനിപ്പോൾ സുബ്രിസ്കി എന്ന് പറഞ്ഞ ആൾ എഴുതിയ ഡീത്രോൺഡ് എന്ന് പറഞ്ഞ പുസ്തകം വായിക്കുക. അത് പ്രധാനമായിട്ടും BP മേനോനും പട്ടേലും കൂടി നാട്ടുരാജ്യങ്ങളെ എങ്ങനെയാണ് ഇന്ത്യയിലേക്ക് സംയോജിപ്പിച്ചത് എന്ന് പറയുന്ന ഒരുപാട് സംഭവ വിവരണങ്ങൾ അതിൻ്റെ അകത്തുണ്ട്. അപ്പം അത് വായിച്ച് കാൽഭാഗമായുള്ളൂ. പക്ഷേ ആ കാൽഭാഗമാകുമ്പോഴേക്കും ഈ ട്രാവൻകൂർ എന്ന് പറയുന്ന പേര് ഒരുപാട് അതിൽ വന്നു കഴിഞ്ഞു. എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യയിലെ 5 നാട്ടുരാജ്യങ്ങൾക്ക് 21 ആചാരവെടി അവകാശം ഉണ്ടായിരുന്നുള്ളൂ. ആ 5 നാട്ടുരാജ്യങ്ങളിൽ ഒന്നാണ് തിരുവിതാംകൂർ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ നാട്ടുരാജ്യങ്ങൾ. ഇന്ത്യയിലെ ഏറ്റവും നൂറുകണക്കിന് നാട്ടുരാജ്യങ്ങളിൽ 5 അതിലൊന്ന് തിരുവിതാംകൂറാണ്. അതെ, കാരണം ഹൈദരാബാദ്, ബറോഡ, മൈസൂർ, ഇങ്ങനെ തിരുവിതാംകൂർ, അങ്ങനെ 5 നാട്ടുരാജ്യങ്ങൾക്കേ ഉള്ളൂ. വൈസ്രോയ്ക്ക് 32 ആചാരവെടി. ഏറ്റവും പുള്ളിയാണല്ലോ ഇവിടെ ഭരിക്കുന്നത്. അവിടെ രാജാവിന് അല്ലെങ്കിൽ പരാജ്ഞ ഭരിക്കുന്നതെങ്കിൽ 101. ഇടയ്ക്ക് വേറെ രാജ്യങ്ങളിലൊക്കെ ഇതിനേക്കാൾ കൂടുതലൊക്കെ കാണും. പക്ഷെ ഇന്ത്യയിൽ ഇതാണ് ഏറ്റവും കൂടുതൽ, 21. അതിലുണ്ടായിരുന്ന രാജ്യമാണ് ഈ തിരുവിതാംകൂർ. അപ്പോൾ തന്നെ ബ്രിട്ടീഷുകാർ പോലും എത്ര വലിയ
സ്ഥാനമാണ് തിരുവിതാംകൂറിന് നൽകിയിരുന്നത്. കൊടുത്തിരിക്കുന്നത്. കാരണം അവർ വളരെ ശ്രദ്ധയോടുകൂടിയാണ് ഈ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നതെന്ന് ഈ രാജകുടുംബത്തിനെ വിമർശിക്കുന്ന പുസ്തകങ്ങളിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ്. ഇപ്പൊ മനു എസ് പിള്ളയുടെ പുസ്തകം നോക്കുക. മനു എസ് പിള്ള പുസ്തകം എഴുതിയിരിക്കുന്നത് ആ ഐവറി ത്രോൺ, ആ പുസ്തകം എഴുതിയിരിക്കുന്നത് ഈ ബംഗളൂരു ശാഖ ഉണ്ട്, പഴയ റീജന്റ് റാണിയുടെ, അത് ഈ കവടിയാർ കുടുംബത്തിന് എതിരായ ശാഖയാണ്. അപ്പോൾ അവർ സോഴ്സായിട്ട് എഴുതിയിട്ടുള്ള പുസ്തകമാണത്. അപ്പോൾ അതിൻ്റെ അകത്ത് വിമർശനാത്മകമായി കുറേ കാര്യങ്ങളുണ്ട്. അതിലെ വിമർശനങ്ങൾക്ക് മറുപടി പറയുന്നൊരു പുസ്തകം അശ്വതി തിരുനാൾ തമ്പുരാട്ടി എഴുതി ഇംഗ്ലീഷിൽ. അതിപ്പോൾ ശ്രീ ചിത്രഗാഥ എന്ന് പറഞ്ഞിട്ട് മലയാളത്തിൽ വന്നിട്ടുണ്ട്. ഇത് എനിക്ക് നളിൻ ഗണേഷ്, ഇപ്പോൾ കൊട്ടാരമൊക്കെ ആയിട്ട് അടുപ്പമുള്ള എളംകുളം കുഞ്ഞമ്പിള്ള ഉണ്ടല്ലോ ചരിത്രകാരൻ, അദ്ദേഹത്തിൻ്റെ കൊച്ചുമകനാണ്. അദ്ദേഹം അയച്ചു തരികയും ചെയ്തിരുന്നു. അതെന്താണെന്ന് വെച്ചാൽ നമ്മളിവിടെ സുനിലും ഞാനും കൂടിയൊക്കെ ഇടയ്ക്ക് രാജകുടുംബത്തിൻ്റെ സംഭാവനകളെ പറ്റിയൊക്കെ സംസാരിക്കാറുണ്ടല്ലോ. അത്തരം വീഡിയോകൾ കണ്ടിട്ട് അയച്ചു തന്നാണ്. കൂടുതൽ നമുക്ക് ധാരണ ഉണ്ടാകാനും ഒക്കെ വേണ്ടിയിട്ടാണ്. നമ്മളിതൊക്കെ സ്ഥിരമായിട്ട് വായിച്ച്, നമുക്ക് ഏത് കുടുംബത്തിലാണെങ്കിലും രണ്ടു തരത്തിൽ കൈകാര്യം ചെയ്യാമല്ലോ. അവിടെയുള്ള ദുർഗന്ധങ്ങൾ മാത്രം ശ്രദ്ധിക്കാം. അതെ അതെ, വിൽപ്പനച്ചരക്ക് എന്നുള്ള നിലയിൽ കാണുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് നന്മയും കാണാം. എല്ലാ കുടുംബത്തിലും എല്ലാവരും നല്ല കുട്ടികളൊന്നുമായിട്ട് ജനിക്കുമൊന്നുമില്ല, എല്ലാ സന്താനങ്ങളും ഇല്ല. ആ കൂട്ടത്തിലും മന്ദബുദ്ധികളും എന്താ പറയുക ദിവ്യാംഗരും എല്ലാവരും ഉണ്ടാവും, എല്ലാ തരത്തിലും. അതുപോലെ ഒരു രാജ്യം ഭരിച്ചിരുന്ന അവിടെ ഒരുപാട് പ്രശ്നങ്ങൾ ഇളയ രാജാവും പിന്നെ രാജാവും തമ്മിൽ, ഇപ്പോൾ ശ്രീമൂലം തിരുനാളും വിശാഖം ഇതൊക്കെ എഴുതുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ആളുകളുടെ കുടുംബത്തിൽ ഇത്തരം കാര്യങ്ങളൊന്നുമില്ലേ? അതെ. പക്ഷേ നമ്മൾ നോക്കുമ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആലോചിക്കുകയായിരുന്നു പഴയ കാര്യങ്ങൾ തന്നെ. ഇപ്പോൾ കേരള മോഡൽ എന്ന് പറഞ്ഞിട്ട് ഈ അമർത്യ സെന്നൊക്കെ കൊണ്ടാടുന്ന ഈ കേരള മാതൃക എന്ന് പറയുന്ന സംഗതിയില്ലേ, എന്താണത്? ആരോഗ്യ രംഗത്തും വിദ്യാഭ്യാസ രംഗത്തുമുള്ള മുന്നേറ്റമാണ്. ഇത് തിരുവിതാംകൂർ മുന്നോട്ട് വെച്ചതിൽ നിന്ന് നമ്മൾ കാര്യമായിട്ടൊന്നും മുമ്പോട്ട് നീങ്ങിയിട്ടില്ല. കാരണം പിന്നീട് ഞാൻ ഡോക്ടർ രാമൻകുട്ടിയോ മറ്റോ എഴുതിയ ഒരു സ്റ്റഡിയിലാണ് വായിച്ചത്, ഇവിടെ സർക്കാർ ആശുപത്രികളിലൊക്കെ പിൽക്കാലത്ത് കൂടിയിരിക്കുന്നത് ആകെ 2000 കിടക്ക മാത്രമാണ്. അതായത് പൊതു ആശുപത്രികളിൽ. സ്വകാര്യ ആശുപത്രികൾ ധാരാളം ഉണ്ടായിട്ടുണ്ട്. മറ്റ് സ്ഥലങ്ങളിലെല്ലാം കൂടി ഇത്രയേ ഈ സ്വാതന്ത്ര്യത്തിന് ശേഷം ഈ പുരോഗതി ഉണ്ടായിട്ടുള്ളൂ. നമുക്കെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ കാലത്ത് എല്ലാവരെയും നമ്മൾ പോസിറ്റീവായിട്ട്, ഒന്നാമത് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഇവർക്കൊക്കെ ഉണ്ട്. ഇവർക്ക് ബ്രിട്ടീഷ് ഭരണത്തിലായതുകൊണ്ട് തന്നെ അവർ തന്നെ ട്യൂട്ടറൊക്കെ വെച്ചിട്ട് ഇവരൊക്കെ നന്നായിട്ട് ഇംഗ്ലീഷൊക്കെ പഠിച്ച ആ രീതികളും കാര്യങ്ങളും ഒക്കെ അറിയുന്ന ആളുകളാണ്. ഒരുപാട് മിഷണറി, ഇപ്പോൾ ഡോക്ടർ സോമർവെൽ എന്ന് പറഞ്ഞ മിഷണറിയായ ഡോക്ടറാണ്. സംഭാവന എന്ന് പറഞ്ഞാൽ നിസ്തുലമല്ലേ ആതുര സേവന രംഗത്ത്. അപ്പോൾ അത്തരം ആളുകൾ വരുന്നു. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം തിരുവനന്തപുരത്ത് സനാനാവ് സ്കൂൾ, ഈ സ്കൂൾ വരുന്നു എന്ന് മാത്രമല്ല, ഈ സ്കൂളിൽ പോയിട്ട് ഈ കൊട്ടാരത്തിലെ സ്ത്രീകൾ തന്നെ വിദ്യാഭ്യാസം ചെയ്യുന്നുണ്ട്. സ്ത്രീകൾ വീട്ടിലിരിക്കുകയല്ല, അതാ ഞാൻ പറയുന്നത്. ആ കാലത്ത് തന്നെ അവർ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് നിങ്ങൾ കപ്പലിൽ പോകണ്ട എന്നൊക്കെ പറഞ്ഞുള്ള ഭ്രഷ്ട് പരിപാടികളൊക്കെ ഇതൊന്നും അവർക്കുണ്ടായിരുന്നില്ല. അവർ വളരെ ആധുനികവൽക്കരണത്തിൻ്റെ കൂടെ നിന്നാണ്. ഈ പറഞ്ഞ പോലെ ഈ അവിടുത്തെ സ്ത്രീയായ, അതെ, അവിടുത്തെ ഒരു രാജ്ഞിയുടെ കാലത്താണ് ഈ ക്ലിനിക്കുകൾ പോലുള്ള സംവിധാനങ്ങളൊക്കെ ഇന്ത്യയിൽ തന്നെ ആദ്യമാണ് അത്തരം സംവിധാനങ്ങൾ തുടങ്ങുന്നത്. ഈ വാക്സിനേഷൻ്റെ കാര്യമൊക്കെ പറഞ്ഞില്ലേ, ഈ കാര്യത്തിലൊക്കെ അവർ മാതൃക കാണിക്കുന്ന അവർ തന്നെ വാക്സിനേഷൻ എടുത്തുകൊണ്ടാണ്. അതെ അതെ, എടുത്ത് ചെയ്താൽ കുഴപ്പമില്ല എന്ന് ആളുകളെ ബോധ്യപ്പെടുത്തിയിട്ടാണ് ഇതിന് പ്രചാരം കൊടുക്കുന്നത്. അതോടൊപ്പം തന്നെ ആ വാക്സിനേഷൻ വരുമ്പോഴത്തേക്ക് ഒരു രാജ്യത്തിൻ്റെ സമ്പത്ത് രാജഭരണകാലത്തായാലും ജനായത്വത്തിലാണല്ലോ. അത് ഏറ്റവും വലിയ സമ്പത്ത് ജനങ്ങളാണ്. ആ ജനങ്ങൾ ആരോഗ്യമുള്ളവരാവണം, അവർക്ക് വിദ്യാഭ്യാസം ഉണ്ടാവണം എന്നാണ് ഒരു ദീർഘവീക്ഷണമുള്ള ഭരണാധികാരി എടുക്കുന്നത്. ഭാഗ്യവശാൽ അത് തിരുവിതാംകൂറിലെ രാജാക്കന്മാർ അത്തരം കാഴ്ചപ്പാടുള്ളവരായിരുന്നു. അതുണ്ടായിരുന്നു എന്ന് മാത്രമല്ല, ഈ നമ്മൾ ഈ വ്യാപകമായിട്ട് പറയുന്ന ഈ അയിത്തം എന്ന് പറഞ്ഞ പരിപാടികളൊക്കെ കഴിയുന്നത്ര നിർമ്മാർജ്ജനം ചെയ്യാനാണ് ശ്രദ്ധിച്ചത്. ഉദാഹരണത്തിന് ഈ ഇവിടെ റാണി ഭരിച്ചിരുന്ന കാലത്ത്, ഉമയമ്മ റാണി ഒക്കെ ഭരിച്ചിരുന്ന കാലത്ത് ഈ പുലപ്പേടി മണ്ണാപ്പേടി
എന്ന് പറഞ്ഞിട്ടൊരു ആചാരം വളരെ മുമ്പായത്. നമ്മൾ ഈ സംസാരിക്കുന്നത് 18-ാം നൂറ്റാണ്ടിനൊക്കെ മുമ്പാണ് ഈ കോട്ടയം കേരളവർമ്മ അവർക്ക് സഹായമായിട്ടുണ്ടായിരുന്നത്. കോട്ടയം എന്ന് പറഞ്ഞാൽ വയനാട് കോട്ടയം. അവിടെ നിന്നൊരാൾ യാത്രയായി പുറപ്പെട്ടു പോയി എന്നൊക്കെ പറയില്ലേ, അങ്ങനെ തിരുവിതാംകൂറിൽ വരികയാണ്. മറ്റേ ആട്ടക്കഥകളൊക്കെ എഴുതിയിരുന്ന ആളാണ് ഈ കോട്ടയം കേരളവർമ്മ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം വന്നു കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ നൈപുണ്യം ഒക്കെ കണ്ടിട്ട് അദ്ദേഹം രാജഭരണത്തിലൊക്കെ പങ്കാളിയാവുകയാണ്. അവിടെ തന്നെ തിരുവനന്തപുരത്ത് തന്നെ കൊട്ടാരത്തിൽ താമസിക്കുന്നു. അദ്ദേഹമാണ് ഈ മുഗലനെ പരാജയപ്പെടുത്തുന്നത്. മാർത്താണ്ഡ ഒരു മുഗളപ്പട ഇങ്ങോട്ട് വന്നിട്ട് ഈ മുഗലനെ കൊല്ലുന്നത് മാർത്താണ്ഡം അടുത്തു വെച്ചിട്ട് ഈ കോട്ടയം കേരളവർമ്മയാണ് നേരിട്ട് പോയിട്ടാണ് ആ ആക്ഷൻ. അങ്ങനെയാണ് അദ്ദേഹത്തിന് ഭരണത്തിലൊക്കെ പങ്കാളിത്തം വരുന്നത്. അദ്ദേഹം ആണ് ഈ പുലപ്പേടി മണ്ണാപ്പേടി ഈ സംഗതി അവസാനിപ്പിക്കുന്നത്. കാരണം ഈ അയിത്തം ചില സമുദായങ്ങൾക്കിടയിലുണ്ടല്ലോ, ഇതൊക്കെ അവസാനിപ്പിക്കുന്നത്. അപ്പം മാടമ്പിമാർക്ക് ഈ 8 വീട്ടിൽ പിള്ളമാർ എന്നൊക്കെ പറഞ്ഞ തരത്തിലൊക്കെയുള്ള മാടമ്പിമാർക്ക് ഇഷ്ടമില്ലായിരുന്നു കോട്ടയം കേരളവർമ്മയെ അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിൻ്റെ പുറത്ത് വെച്ച് കൊല്ലുകയാണ് ചെയ്തത്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ ക്ഷേത്രപ്രവേശന വിളംബരമൊക്കെ 1936 അതിനും 200 കൊല്ലം മുമ്പത്തെ കഥയാണ്. അന്നും ഇത്തരം അനാചാരങ്ങൾ നിർത്താൻ വേണ്ടി, അതും ഈ അന്നത്തെ ഫ്യൂഡൽ പ്രഭുക്കളുടെ കൊന്നതാണല്ലോ അദ്ദേഹത്തിന്. ഫ്യൂഡൽ പ്രഭുക്കളുടെ എതിർപ്പുകൾ ക്ഷണിച്ചു വരുന്ന അറിഞ്ഞിട്ട് തന്നെ ചെയ്തതാണ് ആ കാലത്ത്. അപ്പോൾ പിന്നെ ഈ സ്വാതി തിരുനാളിൻ്റെ കഥ വായിക്കുമ്പോഴല്ലേ നമ്മൾ ഒബ്സർവേറ്ററി സ്ഥാപിച്ചത് സ്വാതി തിരുനാളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. പിന്നെ നമ്മൾ ഇവരുടെ ബന്ധങ്ങളും എല്ലാം നോക്കിയാൽ ഇതിൻ്റെ അകത്തൊക്കെ ഈ പിന്നാക്ക സമുദായത്തിൽ നിന്ന് ഇപ്പോൾ ക്ഷേത്രപ്രവേശന വിളംബരത്തിനെ പറ്റി ആളുകൾ സംസാരിക്കുമ്പോൾ 1936 അത് കഴിഞ്ഞേ കൊച്ചിയിൽ വരുന്നുള്ളൂ കേട്ടോ ക്ഷേത്രപ്രവേശനം. അന്ന് ഈ പൊതുക്ഷേത്രങ്ങളിൽ എല്ലാവർക്കും പ്രവേശിക്കാമായിരുന്നു. തിരുവിതാംകൂറിലും അങ്ങനെ തന്നെ. മറ്റ് സമുദായക്കാർക്ക് അവരുടേതായ ക്ഷേത്രങ്ങളുണ്ട്. ഇപ്പോൾ ആറാട്ടുപുഴ വേലായുധ പണിക്കർക്ക് അദ്ദേഹം പണിത ശിവക്ഷേത്രവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പൊതുക്ഷേത്രങ്ങൾ ഈ അന്നത്തെ ഭരണകൂടത്തിൻ്റെ ക്ഷേത്രങ്ങളിൽ എല്ലാവർക്കും പ്രവേശിക്കാമായിരുന്നു. അന്നത്തെ പൊതുക്ഷേത്രങ്ങളിലെ പ്രവേശനത്തിനെയാണ് ഈ പ്രവേശന വിളംബരം എന്ന് പറയുന്നത്. അല്ലാത്തവർക്ക് അവരുടേതായ ക്ഷേത്രങ്ങളുണ്ടായിരുന്നു. ഓരോ സമുദായത്തിനും ക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്നു, അവർ കയറുന്നുണ്ടായിരുന്നു. അതല്ലാതെ കുറെ വിഭാഗങ്ങൾക്ക് ക്ഷേത്രത്തിലെ പ്രവേശനം ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് പല ആളുകളും ധരിച്ചിരിക്കുന്നത്. ആ പൊതുക്ഷേത്രങ്ങൾ തുറന്നു കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതും ക്ഷേത്രപ്രവേശനം കഴിഞ്ഞിട്ടും അത് സംഭവിക്കാത്തപ്പോഴാണ് ഗാന്ധി തിരുവിതാംകൂറിലേക്ക് വന്ന് 2 ആഴ്ച ദലിതരെയും കൂട്ടി എല്ലാ ക്ഷേത്രങ്ങളിലും ഈ പത്മനാഭസ്വാമി ക്ഷേത്രം ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങളിൽ അദ്ദേഹം പോകുന്നത്. അപ്പോഴും ദലിതർ പേടിച്ചു നിൽക്കുക ചെയ്തത്. ഈഴവർ പ്രവേശിച്ചു, അപ്പോഴും ദലിതർ പ്രവേശിക്കാതെ മാറി നിന്നു. അങ്ങനെയാണ് ഗാന്ധി വന്നിട്ട് പിന്നെ എല്ലാവരെയും കൊണ്ടുപോകുന്നത്. അതിന് വേറൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു ഞാൻ മനസ്സിലാക്കിയത്. ഈ ക്ഷേത്രപ്രവേശനം ക്ഷേത്രപ്രവേശനം അനുവദിച്ചില്ലെങ്കിലുള്ള ഒരു അപകടത്തെക്കുറിച്ച് രാജാക്കന്മാർക്ക് ബോധ്യമുണ്ടായിരുന്നു. കാരണം വലിയ തോതിൽ മതപരിവർത്തനം നടക്കുന്നു. അപ്പോൾ ഹിന്ദു മതത്തിനോടുള്ള ഒരു കമ്മിറ്റ്മെന്റ് കൂടി ഉണ്ടായിരുന്നു. ഹിന്ദുമതം അനാചാര വിമുക്തമാവണം, എന്നിട്ട് ഹിന്ദു ഏകീകരണം ഉണ്ടാവണമെന്ന് തിരുവിതാംകൂറിലെ രാജാക്കന്മാർ ആഗ്രഹിച്ചിരുന്നു. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മൺട്രോ എന്ന് പറഞ്ഞൊരു ദിവാൻ ഇവിടെ വന്നിരുന്നല്ലോ. മൺട്രോ ഒരു മിഷണറിയുടെ ഈ പാസ്റ്റർ എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരാളുടെ മകനായിരുന്നു ഈ മൺട്രോ. അപ്പം മൺട്രോക്ക് ഈ സീൽ എന്ന് പറയില്ലേ, മതത്തിനെ സംബന്ധിച്ച് ഒരു പ്രാന്ത് പോലെ, അങ്ങനെയാണ് ആ പാളയത്ത് കാണുന്ന ആ സ്ഥലങ്ങളൊക്കെ ഈ LMSനും ഒക്കെ കൊടുക്കുന്നതും ഒക്കെ. അവിടെ പള്ളിയൊക്കെ വന്നൊക്കെ സ്ഥലമൊക്കെ പതിച്ചു കൊടുക്കുക. ഒരു മിഷണറി സീൽ ഉണ്ടായിരുന്നു. മൺട്രോയുടെ കാലത്താണ് അത് വളരെ കൂടുതലായിട്ടൊക്കെ നടന്നുകൊണ്ടിരുന്നതും ഒക്കെ. അപ്പം അങ്ങനെ സത്യത്തിൽ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഇപ്പം 5 രാജ്യങ്ങളുടെ കാര്യം പറഞ്ഞില്ലേ, അതിൽ ഹൈദരാബാദ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഹിന്ദു ഭൂരിപക്ഷമാണെങ്കിലും ഭരിക്കുന്ന ആളുമാണ്. അതുപോലെ ഭോപ്പാല് ഭൂരിപക്ഷം ഹിന്ദുക്കളാണെങ്കിലും ഈ ഭോപ്പാൽ എപ്പോഴും വിഘടിച്ചു കിടന്ന ആളാണ് ഈ ഹമീദുള്ള ഖാൻ എന്ന് പറയുന്ന ആള്. അയാൾ പാകിസ്ഥാൻ്റെ കൂടെയൊക്കെ നിന്ന ആളാണ് ഈ ചർച്ചകളൊക്കെ നടക്കുന്ന കാലത്ത്.
അയാൾ ഈ രാജാക്കന്മാരുടെ മണ്ഡലത്തിൻ്റെ പ്രസിഡൻറ്റുമായിരുന്നു. അപ്പോൾ എന്നിട്ട് ഇങ്ങനെ വിഘടിച്ച് നിന്ന ആളാണ്. മൗണ്ട് ബാറ്റനും ഒക്കെ സംസാരിക്കുമ്പോഴൊക്കെ. ഭോപ്പാലിലും ഇതുപോലെ മറ്റേ മുസ്ലിം രാജാവ് ഭൂരിപക്ഷം. പ്രധാനപ്പെട്ട ഹിന്ദു രാജാവ് ആ കൂട്ടത്തിൽ തിരുവിതാംകൂറാണ്. അതെ, അതാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ സവർക്കറും ഒക്കെ ഇതിൻ്റെ കൂടെയൊക്കെ നിന്നതായിട്ട് സവർക്കർ കത്തയച്ചതായിട്ടും ഒക്കെ നമുക്കറിയാമല്ലോ. ഇപ്പോൾ സർ സി പിക്കും ഒക്കെ കത്തയച്ചിരുന്നു എന്ന്. ഈ രണ്ട് കാര്യങ്ങളല്ലാതെ നമ്മൾ ഈ ഒരുമാതിരി സാമൂഹികമായ കാര്യങ്ങളൊക്കെ പറഞ്ഞു. വ്യവസായവൽക്കരണം അല്ലേ? അതെ അതെ. എത്രയോ ഫാക്ടറികൾ ഇന്നിപ്പോൾ ഈ മണലിനെ പറ്റിയൊക്കെ പറയുന്നില്ലേ? ആ കാലത്ത് തന്നെ അതിനെപ്പറ്റി ധാരണ ഉണ്ടായിരുന്ന ആളുകളാണ് തിരുവിതാംകൂർ. അല്ല, ഫാക്ട് പോലെയുള്ള കമ്പനികൾ കേരളത്തിന്റെ കാർഷിക രംഗത്തിന് വലിയ സംഭാവനയല്ലേ FACT നൽകിയത്? പെരുമ്പാവൂർ റയൺസ്, ടൈറ്റാനിയം, ഇങ്ങനെ എല്ലാ. പിന്നെ നമ്മുടെ റോഡില്ലേ ചേർത്തല, ആ റോഡൊക്കെ വരുന്നത് MC റോഡ്, സെൻട്രൽ റോഡ്, അങ്കമാലി വരെ. അതെ, എത്രയോ ഇതുപോലത്തെ അന്നത്തെ പ്രധാനപ്പെട്ട വ്യവസായ സ്ഥാപനങ്ങളൊക്കെ. പിന്നെ തിരുവിതാംകൂറിന് പുറത്തുപോയി ശേഷസായിയൊക്കെ പോലെയുള്ള വലിയ കുത്തക മുതലാളിമാരെയൊക്കെ കണ്ട് സംസാരിച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരിക. തിരുവിതാംകൂർ യൂണിവേഴ്സിറ്റി ഇല്ലേ, വലിയ സ്ഥാപനങ്ങൾ ഉണ്ടാക്കുക. തിരുവിതാംകൂർ യൂണിവേഴ്സിറ്റിക്ക് വൈസ് ചാൻസലറായിട്ട് ഐൻസ്റ്റീനെ കത്തയക്കുന്നു, ഐൻസ്റ്റീൻ വരാൻ പറ്റി. അതെ, അദ്ദേഹം അപ്പോഴേക്കും അമേരിക്കയിൽ കമ്മിറ്റഡ് ആയതുകൊണ്ടാണ് അത് പരിഗണിക്കാൻ പറ്റാതെ വന്നത്. അത് നമ്മൾ ഈ ഓപ്പൺ ഹീമറിൻ്റെ ഇപ്പോൾ കഥ വായിക്കുമ്പോഴൊക്കെ അറിയാം. അല്ല, അത് ചിന്തിക്കാൻ പറ്റാത്തതാണ്. കേരളത്തിലെ ഇന്ത്യയിലെ ഒരു നാട്ടുരാജ്യം അവിടെ സ്ഥാപിച്ച സർവകലാശാലയ്ക്ക് വേണ്ടി ലോകത്തിലെ അന്നത്തെയും ഇന്നത്തെയും ഏറ്റവും വലിയ പ്രതിഭയായ ആൽബർട്ട് ഐൻസ്റ്റീന് കത്തയക്കുന്നു, വൈസ് ചാൻസലറായിട്ട് വരൂ. അപ്പോൾ നമ്മുടെ രാജാക്കന്മാരുടെ ഒരു ക്രാന്തദർശിത്വം, ലോകവീക്ഷണം എത്ര വലുതായിരുന്നു. ഇനി നമ്മൾ ഇത്രയൊക്കെ പറഞ്ഞ് നമ്മൾ ചെറിയ സമയത്താണല്ലോ. അതെ, ഈ സ്വാതി തിരുനാളിലെ പോലുള്ള ആളുകൾ സാംസ്കാരിക രംഗത്തേക്ക് നടത്തിയിട്ടുള്ള ഭീമമായ സംഭാവനകൾ, ഇതൊക്കെ ഇത്രയും പണ്ഡിതന്മാരെ എവിടുന്നൊക്കെയുള്ള പണ്ഡിതന്മാരെയാണ് സ്വന്തം സദസ്സിൽ. അത് തഞ്ചാവൂരിൽ നിന്നൊക്കെയുള്ള വലിയ, അതാണ് മറ്റേ സ്വാതി തിരുനാളിൻ്റെ കൂടെ ഉള്ള ആ ഒരു കുടുംബത്തിൽ നിന്നുള്ള ത്രിമൂർത്തികളെ, വയലിനും ഒക്കെ വായിക്കുന്നവരെയൊക്കെ പൊന്നയ്യ എന്നൊക്കെ പറഞ്ഞുള്ള ആളുകളെയൊക്കെ വിളിച്ചുകൊണ്ടിരുന്നല്ലോ. അത് തഞ്ചാവൂരിലെ രാജസദസ്സിൽ നിന്നുള്ള ആളുകളെയാണ് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. എത്രയോ വിദ്വാൻമാർ, അതുപോലെ ശാസ്ത്രം, സാമൂഹിക കല, വ്യവസായം, വിദ്യാഭ്യാസം, ഇൻഫ്രാസ്ട്രക്ചർ, ഇതിലൊക്കെ തിരുവിതാംകൂർ രാജവംശം നൽകിയിട്ടുള്ള സംഭാവനകൾ മറക്കാൻ കഴിയില്ല. അത് മറന്നുകൊണ്ടൊരു മലയാളിക്ക് ഒരു നിമിഷം ജീവിക്കാൻ കഴിയില്ല. പക്ഷേ ചില ആളുകൾക്കൊക്കെ ഇപ്പം ഈ വിദേശത്തുള്ള ഇപ്പോൾ അറബ് രാജ്യങ്ങളിലൊക്കെ രാജാക്കന്മാരും സുൽത്താന്മാരും ഒക്കെ വലിയ ഗടാഗടിയന്മാരും ബഹുകേമന്മാരുമാണ്. അവരെക്കുറിച്ചൊക്കെ നമുക്ക്, അല്ലെങ്കിൽ എലിസബത്ത് രാജ്ഞിയെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് രോമാഞ്ചം ഉണ്ടാവും എന്നൊക്കെ പറയുന്ന ആളുകൾക്ക് കേരളത്തിലെ രാജാക്കന്മാർ, തിരുവിതാംകൂർ എന്നൊക്കെ പറയുമ്പോൾ ഒരു പുച്ഛമാണ്. അതിൻ്റെ രോഗം വേറെയാണ്, നമുക്കറിയാം ആ രോഗം എന്താണെന്നുള്ളത്. ഇപ്പോൾ രാജാക്കന്മാരെ കുറ്റം പറയുക, അവരെ ഇകഴ്ത്തിക്കൊണ്ട് പുസ്തകങ്ങൾ എഴുതുക, പ്രഭാഷണങ്ങൾ നടത്തുക, ഇതൊക്കെ വലിയ തോതിൽ കൊണ്ടാടപ്പെടുന്ന ക്ഷണിച്ച ശേഷം അശ്വതി തിരുനാൾ തമ്പുരാട്ടി അപമാനിച്ചില്ലേ ആ ബോർഡ്? മറ്റേ തിരുവനന്തപുരത്ത് ക്ഷേത്രപ്രവേശന വിളംബരത്തിന്റെ വാർഷികം അതെ, അവരെ ക്ഷണിച്ചത് അവര് തന്നെയാ. ബോർഡ് ക്ഷണിച്ച ശേഷം ക്ഷണിക്കേണ്ടിയിരുന്നില്ല, മാർക്സിസ്റ്റുകാരുടെ ബോർഡ്. അതെ, ക്ഷണിച്ച ശേഷം മാർക്സിസ്റ്റുകാരെ കൊണ്ട് തന്നെ ഇവർക്കെതിരെ പ്രസ്താവന. അതാണ് അങ്ങനെ ചെയ്യുന്നത്. ഒരു ഫാഷനായി കൊണ്ടു നടക്കുന്ന ഒരു ഈക്കോ സിസ്റ്റം നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷേ അതൊന്നുമല്ല. പക്ഷേ ഇതൊന്നും ഈ കുറേ ആളുകൾ ഇങ്ങനെ പറഞ്ഞു കിടക്കുന്നതല്ലാതെ ജനസാമാന്യത്തെ ബാധിക്കുന്നില്ല. ഏതായാലും തിരുവിതാംകൂർ രാജകുടുംബത്തിൻ്റെ സംഭാവനകൾ മലയാളിക്ക്, ബുദ്ധിയുള്ള, ബോധമുള്ള, തിരിച്ചറിവുള്ള ഒരു മലയാളിക്കും വിസ്മരിക്കാൻ കഴിയില്ല. അങ്ങനെ വിസ്മരിക്കുന്ന ആളുകൾ ഒരു ചെറിയ ന്യൂനപക്ഷമാണ്, അവരുടെ താല്പര്യങ്ങൾ വേറെയുമാണ്. ഏതായാലും തിരുവിതാംകൂർ രാജവംശം കേരളത്തിന് നൽകിയിട്ടുള്ള അതുല്യമായ മഹത്തായ സാംസ്കാരികവും ഭൗതികവുമായ സംഭാവനകളെ വിസ്മരിച്ചുകൊണ്ട് ഒരു നിമിഷം നമുക്ക് ജീവിക്കാൻ കഴിയില്ല. അപ്പം നമ്മുടെ ചാനലിൽ വന്ന ചില പരാമർശങ്ങൾ ഒരുപാട് പേരെ വേദനിപ്പിച്ചിട്ടുണ്ട്. രാജകുടുംബത്തിനും വിഷമം ഉണ്ടായിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കിയിട്ടുണ്ട്. അതിൽ നമ്മൾ മനസ്സറിഞ്ഞ് ചെയ്തതല്ല, നമുക്ക് നിർവ്യാജം നമ്മളതിൽ ഖേദിക്കുന്നു. അത്തരം വീഡിയോകൾ നമ്മുടെ ചാനലിൽ ഇനി ഉണ്ടാവത്തില്ല, അത് നമ്മൾ ഉറപ്പാക്കിയിട്ടുണ്ട്. മാത്രമല്ല, തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ യഥാർത്ഥ ചരിത്രം എന്താണെന്ന് ജനങ്ങളെ അറിയിക്കുന്നതിനുള്ള ഒരു പ്രത്യേക കോളം നമ്മൾ ആരംഭിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ശ്രീജിത്ത് പണിക്കരെ പോലെയുള്ള ആളുകൾ അത് വരും ദിവസങ്ങളിൽ അത് കൈകാര്യം ചെയ്യുന്നുണ്ട്. ഏതായാലും
നമ്മൾ ഒരുപാട് ആളുകൾ നമ്മളെ വിളിക്കുകയും നമ്മളോട് ആരും നമ്മൾ ക്ഷോഭിച്ചൊന്നുമില്ല. കാരണം നമ്മളത് ഡെലിബറേറ്റ്ലി ചെയ്യില്ല എന്ന് എല്ലാവർക്കും അറിയാം. നമ്മൾ ഈ ഒരു വികാരത്തിൻ്റെയും ഈ സംസ്കൃതിയുടെയും ഭാഗമായി നിൽക്കുകയും അതിൽ അഭിമാനിക്കുകയും ചെയ്യുന്നവരാണ്. അപ്പോൾ നമ്മുടെ ഭാഗത്തുനിന്ന് മനസ്സറിയാതെയുള്ള ഒരു പിഴയ്ക്ക് നമ്മൾ രാജകുടുംബത്തിനോടും തിരുവനന്തപുരത്തെ കൊട്ടാരത്തെ സ്നേഹിക്കുന്ന ആളുകളോടും നമ്മൾ ഒരിക്കൽ കൂടി ഖേദം പറയുന്നു. നമ്മൾ അത് മാത്രമല്ല, യഥാർത്ഥ ചരിത്രം നമ്മൾ അടുത്ത ദിവസം മുതൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നുണ്ട്. പ്രേക്ഷകർ കൂടെ ഉണ്ടാവണം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.